ഗവൺമെൻറ് സ്കൂളിൻ്റെ വാതിക്കലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിലാണ്. ഈ വെയിറ്റിംഗ് ഷെഡ് വളരെ അപകടകരമായൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ രണ്ട് തൂണുകളും ഇതിൻ്റെ മേൽഭാഗം എല്ലാം ദ്രവിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. അതുകൂടാതെ ഇവിടെ മുഴുവനായിട്ടും കാടാണ്. അതായത് ഇഴജന്തുക്കൾ, അതുപോലെ തന്നെ വളരെയധികം ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലമായിട്ടാണിത്. സാമൂഹ്യ വിരുദ്ധരൊക്കെ ഉണ്ടെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ അവസ്ഥ. അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ഷെഡ് ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ മേൽഭാഗമാണിത്. രാജീവ് ഗാന്ധി സ്മരണാർത്ഥം നിർമ്മിച്ചതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് അടുത്തായിട്ട് ഒരു മരവും നിൽപ്പുണ്ട്. വളരെ ഒരു അപകടകരമായ ഒരവസ്ഥയാണ് ഇതിപ്പോൾ ഉള്ളത്. ചുറ്റും കാടാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ വന്ന് നിൽക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. വാത്താനത്തെ ഒരു ഫേസ്ബുക്ക് പേജ് കണ്ടാണ് ഞാനിത് ഇതിലെ പോയപ്പോൾ ഈ വീഡിയോ ചെയ്തത്. കണ്ടോ, ഇത് മുഴുവൻ ഈ ഭാഗത്ത് മുഴുവൻ കാടാണ്. ഇഴജന്തുക്കളുമൊക്കെ ഈ ഭാഗത്ത് അടുത്ത ഭാഗമെല്ലാം വാർക്കയൊക്കെ വിട്ടിരിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നത് വാത്താനം 1-ാം വാർഡ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് നാട്ടുകാരോ പഞ്ചായത്ത് ഉണ്ടാക്കിയെടുത്താലും ഒന്ന് മഴയത്ത് കുട്ടികൾക്ക് കയറി എടുക്കാനും ഒക്കെ സാധിക്കും. ഇത് ഹയർ സെക്കൻഡറി സ്കൂള് തൃക്കോതമംഗലത്തിൻ്റെ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ടാണിത്. ഇതുണ്ടോ, ഈ ഭാഗം മുഴുവൻ വലിയ കാടാണ്. ഈ സൈഡിലുമായിട്ട് ഇതിനകത്താണ് ഈ വെയിറ്റിംഗ് ഷെഡ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ കടയുള്ള ഒരു ചേട്ടനെ നമുക്ക് പറയപ്പെടാം. ചേട്ടൻ്റെ പേരാ ചേട്ടാ? ചേട്ടാ, ഇവിടെ ഇപ്പം ഈ മഴയായിട്ട് നമ്മുടെ ഒത്തിരി കുട്ടികളോട് കയറി നിൽക്കുന്നതല്ല, ഇപ്പം ആരും കയറി നിൽക്കുന്നില്ല അല്ലേ? സ്കൂള് തുറന്നു. അതുകൂടാതെ ഇപ്പം അതിൻ്റെ രണ്ട് സൈഡും ഇപ്പം ഏകദേശം പോകാറായിരിക്കുകയാണ് അല്ലേ? വെയിറ്റിംഗ് ഷെഡ് ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 വർഷമായി. 30-35 വർഷം മുമ്പ് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡാണ്. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ നിർമ്മിച്ചതാണ്. വളരെ ശോചിയാവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആരും കയറി നിൽക്കുന്നൊന്നുമില്ല. കയറി നിൽക്കാനുള്ള ഒരു ഇല്ല. ബസ്സൊക്കെ അപ്പുറയാണ് നിർത്തുകയും ചെയ്യുന്നത്. ഇതിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ മുഖേന വല്ല എന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അധികാരികൾ ശ്രദ്ധിക്കും. അതെ, അധികാരികൾ ശ്രദ്ധിക്കുകയാണ്. വളരെ നന്നായി. ഇതിനകത്തെല്ലാം പാമ്പും അതും ഇതുമൊക്കെയാണ്. സൈഡിലൊക്കെ നിൽക്കാനുള്ള ചോദിക്കുക, ഈ വെയിറ്റിംഗ് ഷെഡ് എങ്ങനെയാണ് ചേട്ടാ? ഇപ്പം ഇതിപ്പോൾ ആരാ, പഞ്ചായത്താണോ ഇത് ചെയ്യേണ്ടത്? അല്ല, ഇതിപ്പം നമ്മൾ വൃത്തിയാക്കേണ്ടത്, ഇത് പുനരുദ്ധാരണം ചെയ്യേണ്ടത് ഇപ്പം പഞ്ചായത്താണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരായുള്ള ആൾക്കാരാണ് അന്നിത് നിർമ്മിച്ചത്. അന്നൊന്നും കുഴപ്പമില്ല. ഇപ്പം പിന്നെ വാർദ്ധക്യമൊക്കെ ആയപ്പോഴത്തെ കാടും എല്ലാം കൂടെ കയറി ഇങ്ങനെയൊക്കെ ഒരു പരുവായി പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പഞ്ചായത്തുകാർ വൃത്തിയാക്കുകയാണെങ്കിൽ ആൾക്കാർക്ക്. അതെ. അപ്പം മഴയൊക്കെ വന്ന സമയത്ത് ഇപ്പോൾ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത് അല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ അപ്പുറം ഇപ്പോഴും മാറി നിൽക്കുകയാണ്. ഒന്നാമത് വൃത്തികേടായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ സൗകര്യമായിരിക്കും. മഴക്കാലത്തും വെയിൽ കാലത്തും ഒക്കെ ഇവിടെ വന്ന് ബസ്സിൽ കയറാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇതിന്? കുറഞ്ഞാലും ഒരു 25 രാജീവ് ഗാന്ധിയുടെ ഇടപാടായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഒരു എന്തായാലും 10-25 വർഷം പഴക്കമുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. പഴക്കമുണ്ട് വെയിറ്റിംഗ് ഷെഡ്. നേരത്തെയൊക്കെ നല്ല രീതിയിലായിരുന്നു. ആൾക്കാരെല്ലാം അവിടെ വന്ന് ഇരിക്കുകയും ഞാനും ഒക്കെ അവിടെ വന്നിരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡ് മുഴുവൻ കാടുകളും ഒക്കെ ആയതുകൊണ്ട് ആൾക്കാരും അങ്ങോട്ട് വരുന്നില്ല. അതൊന്ന് വൃത്തിയാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും. എനിക്ക് ഇൻഷുറൻസിൻ്റെ പരിപാടി, LIC പരിപാടിയാണ് എനിക്ക്. ശരി, സന്തോഷം.